സൈലം ലേണിംഗ്. മിസ്സിന്റെ പേര് അനുശ്രീ എന്നാണ്. അപ്പോൾ നമ്മുടെ ഇന്റഗ്രേഷൻ എക്സാം സെറ്റ് ആക്കാൻ വേണ്ടി വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് മിസ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ആ ചോദ്യങ്ങൾ എന്ന് അറിയണ്ടേ? ഒന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ആരോഗ്യം, ശരിയായ ആരോഗ്യശീലങ്ങൾക്ക് ശരി നൽകൂ. അപ്പോൾ ഇവിടെ കുറേ ആരോഗ്യശീലങ്ങൾ നൽകിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ കുറേ ആരോഗ്യശീലങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായ ആരോഗ്യശീലത്തിന് ശരി ഇട്ട് കൊടുക്കാനാണ് നമ്മുടെ ചോദ്യം. അതിൽ ഒന്നാമത്തെ ആരോഗ്യശീലം എന്താ നോക്കിക്കേ, കുളിക്കുന്നു. എന്താ മക്കളെ, കുളിക്കുന്നു. കുളിക്കുന്നത് ശരിയായ ആരോഗ്യശീലമാണോ? അതെ അല്ലേ, നമ്മൾ 2 നേരം കുളിക്കണം എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒന്ന് കുളിക്കണം, അത് കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ പോയി വന്നാൽ നിങ്ങളുടെ ദേഹത്ത് കുറേ ചളിയും അതേപോലെ കുറേ കീടാണുക്കളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ വീണ്ടും വൈകിട്ടൊന്ന് കുളിക്കണം. അങ്ങനെ 2 നേരം ദിവസം കുളിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ കുളിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? ഒരു നല്ല ശീലമാണ്. ഇനി രണ്ടാമത്തെ, പല്ല് തേക്കുന്നു. പല്ല് തേക്കുന്നതും വളരെ നല്ല ശീലമാണല്ലേ. ബ്രഷ് ട്വൈസ് ഇൻ എ ഡേ എന്നാണ് പറയുക. ഒരു ദിവസത്തിൽ 2 തവണ നമ്മൾ പല്ല് തേക്കണം. നമ്മുടെ പല്ലിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ദിവസത്തിൽ 2 തവണ പല്ല് തേക്കണം എന്നാണ് പറയാറുള്ളത്. അപ്പൊ പല്ല് തേക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? ഒരു ശരിയായ, ഒരു നല്ല ആരോഗ്യശീലമാണ്. അടുത്തത്, കൈ കഴുകുന്നു. കൈ കഴുകുന്നത് നല്ല ആരോഗ്യശീലമല്ലേ? നമ്മൾ എപ്പോഴും സോപ്പൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, ഭക്ഷണം കഴിച്ചതിന് ശേഷം, നമ്മൾ കളി കഴിഞ്ഞ് വന്നാൽ അങ്ങനെ എപ്പോഴും നമ്മൾ കൈ കഴുകുന്നത് വളരെ നല്ല ഒരു ആരോഗ്യശീലമാണ്. അപ്പൊ അതെന്ത് ചെയ്യുക, എല്ലാവരും കൃത്യമായി പാലിക്കുക. അടുത്തത് നോക്കിക്കേ, നഖം മുറിക്കുന്നു. നഖമൊക്കെ ഇങ്ങനെ വളർന്നു വരുമ്പോൾ ഇങ്ങനെ നീണ്ട് പ്രേതത്തെ പോലെയൊക്കെ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതുവരെ ഒന്നും വെക്കരുതല്ലേ. നമ്മൾ അതിന് മുമ്പേ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നഖം വെട്ടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ നഖം മുറിക്കുന്നു എന്ന് പറയുന്നത് നല്ലൊരു ശീലമാണ്. മുറിച്ചില്ലെങ്കിൽ ആ നഖത്തിന്റെ ഇടയിലൊക്കെ ബാക്ടീരിയ ഒക്കെ പോയിരുന്നാൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തത് എന്താ നോക്കിക്കേ, ആഹാരം കഴിച്ചുകൊണ്ട് TV കാണുന്നു. അത് നല്ല ശീലമാണോ? നല്ല ശീലമാണോ? നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, TV കണ്ടുകൊണ്ട് ആഹാരം കഴിക്കരുത്. നിങ്ങൾ പല മക്കൾക്കുള്ള ഒരു ശീലമായിരിക്കും TV കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത്. അതൊരിക്കലും നല്ലൊരു ശീലമല്ല. ഒരിക്കലും എന്ത് ചെയ്യരുത്, ഭക്ഷണം കഴിച്ചുകൊണ്ട് നിങ്ങൾ TV കാണരുത്. നെക്സ്റ്റ് നോക്കിക്കേ, നഖം കടിക്കുന്നു. ചീത്ത കുട്ടികളാണല്ലേ, ചീത്ത കുട്ടികളാണ് നഖം കടിക്കുക. നഖം കടിക്കുന്നത് ഒരിക്കലും നല്ലൊരു ശീലമല്ല. നഖത്തിലുള്ള കീടാണുക്കളെല്ലാം നിങ്ങളുടെ വയറ്റിൽ ചെന്ന് നിങ്ങൾക്ക് വയറുവേദനയും വയറിളക്കവും അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ വരും. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നഖം കടിക്കരുത്. ഇനി അടുത്ത് എന്താ നോക്കിക്കേ, ആഹാരം തുറന്നു വെക്കുന്നു. ആഹാരം തുറന്നു വെക്കുന്നത് നല്ല ശീലമാണോ? തുറന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈച്ചയും മറ്റു പ്രാണികളൊക്കെ വന്നിരിക്കും. നമുക്ക് ഒരുപാട് അസുഖം, അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് രോഗങ്ങൾ വരും. അതുകൊണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, തുറന്നു വെക്കരുത്. അത് ചീത്ത ശീലമാണ്. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ തുറന്നിരിക്കുന്നത് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതൊക്കെ ഒന്ന് പോയി അടച്ചു വെക്കുക. അപ്പോൾ ഇതും പഠിച്ചാൽ മാത്രം പോരാ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ശരിയായ ആരോഗ്യശീലം എന്തൊക്കെയാണ്, തെറ്റായ ആരോഗ്യശീലങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. പരീക്ഷയ്ക്ക് ഇത് നിർബന്ധമായിട്ടും ചോദിക്കുന്നതാണ് കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യം നോക്കിക്കേ, ഇനിയും ഉണ്ടല്ലോ നാം പാലിക്കേണ്ട ആരോഗ്യശീലങ്ങൾ. ഏതെങ്കിലും ഒന്ന് എഴുതൂ, ചിത്രം വരച്ചാലും മതി. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരുപാട് ആരോഗ്യശീലങ്ങൾ കണ്ടു. ഇതല്ലാതെ ഏതെങ്കിലും 2 ആരോഗ്യശീലങ്ങൾ നിങ്ങളോട് എഴുതാനും അതേപോലെ അതിൻ്റെ ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ പറഞ്ഞ മക്കളെ, ഇതല്ലാതെ വേറെ ഏതാണ് നല്ലൊരു ആരോഗ്യശീലമായിട്ടുള്ളത്? വേറെ ഏതാണ് നല്ല ആരോഗ്യശീലം എന്ന് പറഞ്ഞേ? യെസ്, ഇവിടെ നോക്കിക്കേ, മിസ് എഴുതിയിട്ടുണ്ട്, രാവിലെ ഉണർന്ന് പഠിക്കുക. രാവിലെ എണീച്ച് പഠിക്കുക. രാവിലെ നമ്മളൊരു 5 മണി 6 മണിക്കൊക്കെ നമ്മളിങ്ങനെ ഒരു ഫ്രഷ് ആയിട്ട് എണീറ്റിരുന്നിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ പഠിക്കാൻ നമുക്ക് നല്ലൊരു എനർജി കിട്ടും, നല്ലൊരു ഉന്മേഷം കിട്ടും. അത് മാത്രമല്ല, രാവിലെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മെമ്മറിയിൽ കുറേ നേരം നിൽക്കുമെന്നാണ് പറയാറുള്ളത്. അപ്പോൾ രാവിലെ ഉണർന്ന് പഠിക്കുന്ന എന്താണ്? നല്ലൊരു ശീലമാണ്. അപ്പോൾ രാവിലെ ഉണർന്ന് പഠിക്കുന്ന ഒരു ചിത്രമൊക്കെ നിങ്ങൾക്ക് വരച്ചൂടെ? അപ്പോൾ ചിത്രമൊക്കെ വരയ്ക്കാം. നിങ്ങളൊക്കെ മിടുക്കന്മാരും മിടുക്കികളുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് ചിത്രമൊക്കെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഒരു ചിത്രം വരയ്ക്കുക. അടുത്ത എന്താണ്? വ്യായാമം ചെയ്യുക. അത് നിങ്ങൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ത്? വ്യായാമം ചെയ്യാന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ച് നടന്നാൽ മാത്രം പോരാ, നമ്മുടെ ശരീരത്തിന് വേണ്ട വ്യായാമം നമ്മൾ കൃത്യസമയത്ത് കൊടുക്കണം. അപ്പോൾ എന്നും എന്ത് ചെയ്യുക, കുറച്ച് സമയം നിങ്ങൾ വ്യായാമം ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ എല്ലാവരും ചെയ്യില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആരോഗ്യശീലങ്ങൾ. നല്ല ആരോഗ്യശീലങ്ങൾ ഏതൊക്കെയാണ്, ചീത്ത ആരോഗ്യശീലങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കുക. കൃത്യമായിട്ട് അടിപൊളിയായിട്ട് തന്നെ പരീക്ഷയ്ക്ക് പോയി എഴുതുക. അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദ ബെസ്റ്റ്.